प्रिय बच्चे नमस्ते। सभी अपने अपने घर में सुरक्षित है ना? ओके। अब देखिए पेज नंबर 59। इसमें एक कविता है। इस कविता का नाम है तब याद तुम्हारी आती है। किसने लिखा है वो कविता? राम नरेश त्रिपाठी। राम नरेश त्रिपाठी ने लिखा गया एक कविता है तब याद तुम्हारी आती है। पहले आप देखिए इस चित्र में आप लोग क्या क्या देखते हैं? इस चित्रത്തില് നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? इसमें एक नदी का चित्र है। नदी का चित्र है। इसमें इसके चारों इसके किनारे पर पहाड़ भी देखते हैं ले, पर्वतങ്ങൾ കാണാനുണ്ട്। उसके बीच में അതിനിടയിലൂടെ किसको देखते हैं? आरे കാണുന്നുണ്ട്? एक सूरज निकलता है ले, सूर्यन उदिച്ചു വരുന്നത് കാണുന്നുണ്ട്। और इसमें एक पेड़ का डाली भी देखते हैं ले, ഒരു മരത്തിന്റെ വൃക്ഷത്തിന്റെ डाली ब्रांचेस शिखरम കാണുന്നുണ്ട്। उस पेड़ पर उस डाली पर क्या है? आ डालिയിൽ എന്താണ്? ബ്രാഞ്ചിൽ എന്താ കാണുന്നത്? ये ഗോംസല है। എന്തുണ്ട്? ഒരു ഗോംസല। ഗോംസല മീൻസ് നെസ്റ്റ് അല്ലേ, പക്ഷിക്കൂടുണ്ട്। ഉസ് ഗോംസലമേ നന്നി ചിടിയ ബി ഹെ അല്ലേ, ഒരു അരുമയായ പക്ഷികളുണ്ട്, പക്ഷി കുഞ്ഞുങ്ങളുണ്ട്। एक अम्मा चिड़िया भी है। एक अम्मा चिड़िया खाना की तलाश में उड़ जाती है अല്ലേ, ഫുഡ് അന്വേഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പറന്നു പോകുന്നുണ്ട് അല്ലേ। ഈ सुंदर चित्र में किसका दृश्य हमको समझाती है? ഈ സുന്ദരമായ ദൃശ്യത്തിലൂടെ നമുക്ക് എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? കിസ്ക ചിത്ര, എന്തിന്റെ ചിത്രമാണ്? किस समय का चित्र, किस समय का बोध हमको मिलते हैं? ഏത് സമയത്തെ കുറിച്ചുള്ള ബോധമാണ് നമുക്ക് കിട്ടുന്നത്? യാ പ്രഭാത് കാ സമയ് യാ സുബഹ് കാ സമയ് അല്ലേ, പുലരിയിലെ അല്ലെങ്കിൽ പ്രഭാതത്തിന്റെ സമയമാണ് ഇത് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ। अब देखिए कवि परिचय। राम नरेश त्रिपाठी 1881 to 1962 അല്ലേ। 1881 അദ്ദേഹം ജനിച്ചത്, 1962 അദ്ദേഹം डेथ ആയത് അല്ലേ। उत्तर प्रदेश के सुल्तानपुर जिले के खैरीपुर गांव में जन्म। कविताओं के अलावा उपन्यास, नाटक, आलोचना और बाल साहित्य की रचना की। प्रमुख कृतियां मिलन, पथिक, स्वप्न तथा मानसी। उत्तर प्रदेशिले सुल्तानपुर जिले खैरीपुर गांव में खैरीपुर ഗ്രാമത്തിലാണ് അദ്ദേഹം ജന്മം കൊണ്ടത്। കവിതകൾക്ക് അലാവ പുറമെ അദ്ദേഹം എന്ത് എഴുതിയിട്ടുണ്ട്? ഉപന്യാസങ്ങൾ എഴുതിയിട്ടുണ്ട്, നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, ആലോചന ക്രിറ്റിസിസം ചെയ്തിട്ടുണ്ട്, और ബാലസാഹിത്യം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാഹിത്യത്തിന്റെ രചനാക്കി രചനകളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്। പ്രമുഖ് കൃതിയാം, അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കൃതികളാണ് മിലൻ, പഥിക്, സ്വപ്ന തഥാ മാനസി എന്നിവ। ओके, अब देखिए कविता। जब बहुत सुबह चिड़िया उठकर कुछ गीत खुशी के गाती है, कलियां दरवाजे गोल गोल जब दुनिया पर मुस्काती है, खुशबू की लहरें जब घर से बाहर आ दौड़ लगाती है, हे जग के सृजनहार प्रभु तब याद तुम्हारी आती है। चुपचाप चमकते तारों की महफिल जब रात सजाती है, जब चांद शान से उठता है, दिल की दुनिया जग जाती है। कुछ पता नहीं लेकिन जरूर वो संदेशा कुछ पाती है, हे जग के सृजनहार प्रभु तब याद तुम्हारी आती है। जब चमचम बूंदे गिरती है, बिजली चमचम कर जाती है, मैदानों में वन भागों में जब हरियाली लहराती है, जब ठंडी ठंडी हवा कहीं से मस्ती ठोकर लाती है, हे जग के सृजनहार प्रभु तब याद तुम्हारी आती है।
प्रस्तुत कविता का नाम क्या है? तब याद तुम्हारी आती है. किसने लिखा है? രാം നരേഷ് ത്രിപാഠി അല്ലേ. അപ്പോൾ തബ് യാദ് തുമാരി ആത്തി ഹെ എന്ന കവിത രാം നരേഷ് ത്രിപാഠി എഴുതിയിട്ടുള്ളതാണ്. എന്താണ് തബ് യാദ് തുമാരി ആത്തി ഹെ എന്ന് പറഞ്ഞാൽ? തബ്, തബ് മീൻസ് തബ് അപ്പോൾ, അപ്പോൾ യാദ്, യാദ് മീൻസ് റിമെമ്പർ ഓർമ്മ, തുമാരി ആത്തി ഹെ നിങ്ങളെ ഞാൻ ഓർക്കുന്നു അല്ലേ. അപ്പോൾ നിങ്ങളെ ഓർക്കുന്നു എന്നാണ് കവി പറയുന്നത്. എപ്പോൾ നിങ്ങളെ ഓർക്കുന്നു എന്നാണ് കവി പറയുന്നത്. ശ്രദ്ധിക്കൂ പോയം. ജബ് ബഹുത് സുബഹ് ചിടിയാം ഉഡ്കർ. ജബ് എപ്പോഴാണോ, ബഹുത് സുബഹ്, സുബഹ് മീൻസ് ബഹുത്ത് സുബഹ് മീൻസ്, സുബഹ് മീൻസ് മോർണിംഗ്. വേർഡ് മീനിങ് മുകളിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ജബ് ബഹുത് സുബഹ്, സുബഹ് മീൻസ് മോർണിംഗ്, ബഹുത് സുബഹ് മീൻസ് ഏർലി മോർണിംഗ്, അതിരാവിലെ നേരത്തെ, ചിടിയാം ഉഡ്കർ, ചിടിയാം ദ ചിടിയാം ബേർഡ്സ് പക്ഷികളൊക്കെ, ഉഡ്കർ എഴുന്നേറ്റിട്ട്, കുച്ച് ഗീത് കുറച്ച് ഗീത്, ഗീത് മീൻസ് സോങ് അല്ലെ, പാട്ട്, ഖുഷി കെ ഗാത്തി ഹെ സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട് പക്ഷികളൊക്കെ അതിരാവിലെ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾക്ക് എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അലാം വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നേരത്തെ കിടന്ന് ഉറങ്ങാറ് അല്ലേ. അങ്ങനെ കറക്റ്റ് ടൈമിന് അലാം എന്ത് ചെയ്യും? നമ്മളെ സിഗ്നൽ തന്നിട്ട് നമ്മളെ എണീപ്പിക്കും അല്ലേ. അതേപോലെ പക്ഷെ ഈ പക്ഷികൾക്ക് ആരെങ്കിലും അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നോക്കൂ എന്താണ്. അപ്പോ ഇസ് ജഗ് കോ ഉഠാനെ കാ കാം കിസ്നെ കർത്തെ ഹെ? ഈ ജഗ് കോ, ജഗ് മീൻസ് വേൾഡ്, ഈ ലോകത്തെ ഉഡാനേക്ക ഉണർത്താനുള്ള ഒരു കാം ജോലി ആരാണ് ചെയ്യുന്നത്? ചിടിയാം അല്ലെ, പക്ഷികളാണ് ചെയ്യുന്നത് അല്ലെ. സബീകോ ഉഡാനേക്ക കാം ചിടിയ കർത്തെ ഹെ. കേസെ എങ്ങനെയാണ് ചെയ്യുന്നത്? അവർ എണീപ്പിക്കുന്നത് ഉസ്കി മീട്ടി ആവാസ് സെ ഗാത്തെ ഹെ. അവരുടെ മാധുര്യമുള്ള സൗണ്ടിനാൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഗാത്തെ ഹെ, എന്ത് ചെയ്യുന്നുണ്ട്? പാടുന്നു അല്ലെ. പാട്ട് പാടിയിട്ടാണ് അവര് എന്ത് ചെയ്യുന്നത്? മറ്റൊരു ലോകത്തെ ഉണർത്തുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? നേരത്തെ നമ്മൾ ഉണർന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രകൃതിയെ വീക്ഷിക്കുകയാണെങ്കിൽ, പ്രകൃതിയിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ, ചെവി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് നല്ല മാധുര്യമുള്ള പക്ഷികളുടെ ഇമ്പമാർന്ന പലതരത്തിലുള്ള പാട്ടുകൾ കേൾക്കാം. ഓക്കെ, അപ്പൊ നോക്കി എന്താണ്? ജബ് ബഹുത് സുബഹ് ചിടിയാ ഉഡ്കർ കുച്ച് ഗീത് ഖുഷി കെ ഗാത്തി ഹെ. രാവിലെ തന്നെ നമ്മുടെ പക്ഷികളൊക്കെ ഉണർന്ന് എന്ത് ചെയ്യാറുണ്ട്? കുച്ച് ഗീത് ഖുഷി കെ ഗാത്തി ഹെ, സന്തോഷത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? പാട്ട്, നല്ല സന്തോഷകരമായിട്ടുള്ള പാട്ടുകൾ പാടുന്നു. കിസ്കെ ലിയെ, ആർക്ക് വേണ്ടി? ഇസ് പ്രകൃതി കെ ലിയെ അല്ലെ, ഈ പ്രകൃതിക്ക് വേണ്ടി. ഇസ് ദുനിയാ കെ ലിയെ, ദുനിയാ കെ സബീ കെ ലിയെ, ഈ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി അല്ലെ. എല്ലാവർക്കും വേണ്ടിയാണ്, ഈ ലോകത്തിന്റെ എല്ലാത്തിനും വേണ്ടിയാണ് ഈ പക്ഷികൾ പാട്ട് പാടുന്നത്. അതാ ഇന്ന ആളുകൾ കേട്ടാൽ മതി, ഇന്ന വ്യക്തികൾക്ക് മാത്രം കേൾക്കാൻ പറ്റൂ അങ്ങനെ വിചാരിച്ചിട്ടാണ് പാടുന്നത്. അല്ല, ഈ ലോകത്തിന് വേണ്ടി അവരുടെ പക്ഷികളുടെ നന്മയാകുന്ന ആ പാട്ടിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രകൃതിക്ക് വേണ്ടി അവര് അതിരാവിലെ തന്നെ സമർപ്പിക്കുന്നു. ഇനി എന്താ ചെയ്യുന്നത്? കലിയാം. എന്താ കലിയാം? ബഡ്സ്, പൂമൊട്ടുകള്, ദർവാസെ, എന്താ ദർവാസ? ഡോറ് അല്ലെ. പൂമൊട്ടുകളുടെ ഡോറ്, വാതിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഘോൽ, ഘോൽ. എന്താ ഘോൽന? ടു ഓപ്പൺ അല്ലെ. അപ്പൊ ഇവിടെ പറയാണ് കലിയാം ദർവാസെ ഘോൽ ഘോൽ. കലിയ മീൻസ് പൂമൊട്ടുകള്, ദർവാസെ ഡോറ്, അവരുടെ ഡോറ്, ഘോൽ ഘോൽ ഓപ്പൺ ആക്കി, അതായത് അവരുടെ വാതിലുകളെ തുറന്നുകൊണ്ട്, ജബ് ദുനിയാ പർ മുസ്കാത്തി ഹെ, അവരാരോ എന്താ ചെയ്യുന്നത്? ദുനിയാ പർ ലോകത്തോട്, മുസ്കാത്തി ഹെ, മുസ്കുരാന മീൻസ് സ്മൈലിംഗ് അല്ലെ, പുഞ്ചിരിക്കുക. ഈ ലോകത്തെ നോക്കി അവരെന്ത് ചെയ്യുന്നുണ്ട്? പുഞ്ചിരിക്കുന്നു. അവരുടെ നന്മയാണ്, അതായത് അവര് ഈ ലോകത്തെ നോക്കി പുഞ്ചിരിക്കുന്നു. അങ്ങനെ ആളുകള് ഈ ലോകവും ആ പുഷ്പങ്ങളെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? നല്ല സന്തോഷമാണ് തോന്നുക അല്ലെ. നമ്മളെ എൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? ഒരു സന്തോഷം നമ്മുടെ ഉള്ളില് ഉണർവുണ്ടാകുന്നു അല്ലെ അവയെ കാണുമ്പോൾ. അതാണ് പറയുന്നത് കലിയാം, പൂമൊട്ടുകള്, ദർവാസെ ഗോൽ ഗോൽ, അവയുടെ വാതിലുകൾ തുറന്ന്. ഇവിടെ വാതില്, ദർവാസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ കലിയം ക പങ്കുടിയാം. എന്താ പങ്കുടിയാം? ഫെറ്റൽസ്,
ഇതളുകൾ അല്ലേ, ഇതളുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഡോറ് ഇതളുകളെ ഗോൽ ഗോൽ ഓരോന്നിനെ ഇങ്ങനെ ഓപ്പൺ ആക്കിക്കൊണ്ട് തുറന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പൂവായി മാറും അല്ലേ. അങ്ങനെ പൂവായി മാറുന്ന സമയത്ത് ഈ ലോകത്തെ നോക്കിയിട്ട് ആ പൂമുട്ടുകൾ പൂവായിട്ട് ചിരിക്കുന്നു, പുഞ്ചിരിക്കുന്നു. അതുമാത്രമല്ല പിന്നെന്താണ്, അവയുടെ നന്മയായിട്ടുള്ള എന്താണ്, ഖുശ്ബൂ കി ലഹരേം ജബ് കർസെ ബാഹർ ആ ദൗഡ് ലഗാത്തി ഹെ. ഖുശ്ബൂ കി ലഹരേം, ദ ഖുശ്ബൂ ഫ്രാഗ്രൻ അല്ലെ, സുഗന്ധം, സുഗന്ധത്തിന്റെ ലഹരേം തിരമാലകൾ, സുഗന്ധം, അതാ സുഗന്ധം, ജബ് ഗർസെ എപ്പോഴാണോ, ഗർസെ അവയുടെ വീടുകളിൽ നിന്ന്, ബഹർ ആ ദൗഡ് ലഗാത്തിയെ പുറത്തേക്ക്, ആ ദൗഡ് ലഗാത്തിയെ ഓടി വരുന്നത്, ഓടാൻ തുടങ്ങുന്നത്. അത് പറയാൻ എന്താണ്, പൂമൊട്ടുകളിൽ നിന്ന് മുട്ടുകൾ ഓരോ ഇതളുകളായിട്ട് എന്ത് ചെയ്യും, വിരിയിക്കും അല്ലെ. അതിനെ തുറന്ന് അങ്ങനെ പൂവായി മാറി ആ പൂവിൽ നിന്ന് എന്തുണ്ടാവും, നല്ല സുഗന്ധം, ഖുശ്ബു അല്ലെ. എന്താണ്, ഖുശ്ബൂ കി ലഹരി, സന്തോഷത്തിന്റെ തിരമാല. ലഹർ മീൻസ് വേവ്സ് ആണ്. സന്തോഷ തിരമാല എന്ന് പറഞ്ഞതാണ് നല്ല സുഗന്ധം അല്ലെ. സുഗന്ധം എന്ത് ചെയ്യുന്നുണ്ട്, ബാഹർ ആ ദൗഡ് ലഗാത്തി ഹെ പുറത്തേക്ക്, അതായത് പൂവിൽ നിന്ന് നല്ല സുഗന്ധം ഈ പ്രകൃതിക്ക് പൂവ് എന്ത് ചെയ്യുന്നുണ്ട്, സമ്മാനിക്കുന്നു. ഓക്കെ. ഹേ ജഗ് കെ സിർജൻഹാർ പ്രഭു, ഹേ അല്ലയോ, ജഗ് കെ, ജഗ് മീൻസ് ലോകം അല്ലെ, ഈ ലോകത്തിലെ സിർജൻഹാർ പ്രഭു. സിർജൻഹാർ പറഞ്ഞാല് സൃഷ്ടികർത്താവായിട്ടുള്ള പ്രഭു, നാഥ, പ്രഭു. തബ് യാദ് തുമാരി ആത്തി ഹെ, ഇതിൻ്റെയൊക്കെ സൃഷ്ടികർത്താവായിട്ടുള്ള ഉടയ തമ്പുരാൻ ആരായിരുന്നു, എന്താണ്, നമ്മുടെ ദൈവം അല്ലെ. അപ്പോ ഈ സമയത്ത് കവി പറയാണ്, ഹേ ജഗ് കെ സിർജൻഹാർ പ്രഭു, അല്ലയോ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ പ്രഭു, തബ് യാദ് തുമാരി ആത്തി ഹെ, ഞാൻ നിങ്ങളെ ആ സമയത്ത് ഓർമ്മിച്ചു പോകുന്നു. മനസ്സിലാവുണ്ടോ? തബ് യാദ് പറഞ്ഞാല് അപ്പോൾ, യാദ് ഓർമ്മ, തുമാരി ആത്തി ഹെ ഞാൻ നിങ്ങളെ കുറിച്ച് ഓർത്തു പോകുന്നു. ഓക്കെ. അപ്പോൾ കറക്റ്റ് ടൈമിന് ഈ പക്ഷികൾ എഴുന്നേറ്റ് ഈ ലോകത്തെ ഉണർത്തുന്നു. പാട്ട് എങ്ങനെയാണ് ഉണർത്തുന്നത്, മീട്ടി ആവാസെ ഗീത് ഗാക്കർ അല്ലെ, മാധുര്യമായിട്ടുള്ള ആ സൗണ്ടിനാൽ എന്ത് ചെയ്യുന്നുണ്ട്, പാട്ട് പാടിയിട്ടാണ് ഈ ലോകത്തെ ഉണർത്തുന്നത്. പ്രത്യേക ഒരു നേട്ടം ഈ പക്ഷികൾക്കുണ്ടോ അതിൽ നിന്ന്? ഇല്ല. പക്ഷേ പക്ഷികൾ എന്നും അതിരാവിലെ എണീറ്റ് അവരെന്ത് ചെയ്യാറുണ്ട്, ഈ ലോകത്തെ ഇസ് ജഗക്കോ ഉടാത്തേ ഹെ, ഈ ലോകത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണർത്തുന്നുണ്ട്. അതുപോലെ കലിയാം അപ്പനി പങ്കുടിയാം ഖോൽക്കർ അല്ലെ, എന്ത് ചെയ്യുന്നുണ്ട്, തങ്ങളുടെ പിന്നെ ഇതളുകളെ തുറന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈസ് ജഗ്ക്കി ഓർ ദേഖ്കർ മുസ്കുരാത്തി ഹെ, ഈ ലോകത്തെ നോക്കി പുഞ്ചിരിക്കുന്നു. ഇസ്കെ സിവ, ഇത് കൂടാതെ ഉസ്കെ ഖുശ്ബു അല്ലെ, അവരുടെ സുഗന്ധം, ഈ ജഗ്ക്കെ ലിയെ ദേത്തെ ഹെ, ഈ ലോകത്തിന് വേണ്ടി അവര് സുഗന്ധവും നൽകുന്നുണ്ട്. ഈ സമയത്ത് കവിനെ ഇസ് സിർജൻഹാർ പ്രഭു, ഇസ് ഹമാരെ സിർജഹാൻ പ്രഭു കോ യാദ് ദേത്തെ ഹെ. ഓക്കെ. അതായത് ഈ സൃഷ്ടികർത്താവായ പ്രഭുവിനെ, നാഥനെ കവി ഓർത്തു പോകുന്നു. ഓക്കെ. നെക്സ്റ്റ് സ്റ്റാൻസ. चुपचाप चमकते तारों की महफिल जब रात सजाती है, जब चांद शान से उठता है, दिल की दुनिया जग जाती है, कुछ पता नहीं लेकिन जरूर वह संदेशा कुछ पाती है, हे जग के सृजनहार प्रभु तब याद तुम्हारी आती है. चुपचाप चमकते, इनी कवि പറയാണ്, पहले का स्टांसा से हमको प्रभात का समय का बोध मिलते हैं. പ്രഭാത സമയത്തിന്റെ ബോധമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കിട്ടുന്നത്. നെക്സ്റ്റ് ഇനി അടുത്ത എന്താ പറയുന്നത്, ചുപ്ചാപ്പ് ചമക്തേ താരോം കി, ചുപ്ചാപ്പ് സൈലൻസ് നോട്ട് ചെയ്യാട്ടോ. ചുപ്ചാപ്പ് മീൻസ് സൈലൻസ്, സൈലന്റ് ആയി. ചമക്തേ, ചമക്കന മീൻസ് ടു ഷൈൻ, തിളങ്ങുന്ന. താരോ മീൻസ് സ്റ്റാർസ്, നക്ഷത്രങ്ങള്. മഹഫിൽ മീൻസ് സഭ അല്ലെ, സഭ. രാത്തു മീൻസ് നൈറ്റ്. സജാത്തി, സജാന മീൻസ് ടു ഡെക്കറേറ്റ്, അലങ്കരിക്കുക. ചാന്ദ് മീൻസ് മൂൺ. ഷാൻ മീൻസ് പ്രൗഡ് അല്ലെ, പ്രൗഡ് മീൻസ് അഭിമാനം. ഉടുത്താ ഹെ. ദിൽ കി ദുനിയ, ദുനിയ മീൻസ് വേൾഡ്. ജഗ് മീൻസ് വേൾഡ്. കുച്ച് പത്താ നഹി ലേക്കിൻ ജരൂർ വ സന്ദേശ, സന്ദേശ മീൻസ് സന്ദേശം.
ओके, अब देखिए इसका मीनिंग. चुपचाप चमकते तारों की. എന്താ ചുപ്ചാപ്പ്? സൈലന്റ് ആയി. ചമക്തേ, എന്താ ചമക്തേ പറഞ്ഞാല്? മിന്നിത്തിളങ്ങുന്ന താരോം കി, നക്ഷത്രങ്ങളുടെ മഹ്ഫിൽ, സഭ എന്ത് ചെയ്യുന്നുണ്ട്? ജബ് രാത് സജാത്തി ഹെ, രാത്രിയെ അലങ്കരിക്കുന്നു. അപ്പൊ രാത്കോ കോൻ സജാത്തി ഹെ, ആരാണ് രാത്രിയെ അലങ്കരിക്കുന്നത്? ചുപ്ചാപ്പ് ചമക്തേ താരോം കി മഹ്ഫിൽ. മഹ്ഫിൽ മീൻസ് സഭ. ഓക്കെ, സഭ മീൻസ് ഒരുപാട് നക്ഷത്രങ്ങൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്ന ആ ഒരു സഭയാണ് എന്ത് ചെയ്യുന്നത്? രാത്രിയെ അലങ്കരിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. ജബ് ചാന്ദ് ഷാൻസെ ഉടുത്താഹെ, അങ്ങനെ നക്ഷത്രങ്ങളുടെ ഇടയിലേക്ക് ജബ് എപ്പോഴാണോ ചാന്ദ് നമ്മുടെ മൂൺ ചന്ദ്രൻ ഷാൻസെ ഉടുത്താഹെ, നല്ല ഷാൻ മീൻസ് പ്രൗഢിയോട് കൂടിയിട്ട് ഉടുത്താഹെ ഉദിക്കുന്നത് വരുന്നത്. ദിൽക്കി ഉസ് സമയ, ആ സമയത്ത് എല്ലാവരുടെയും ദിൽക്കി ദുനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിന്റെ, ദിൽ മീൻസ് മൈൻഡ് അല്ലെ, മനസ്സിന്റെ, ദുനിയ ലോകം, വേൾഡ് അല്ലെ. ദിൽക്കി ദുനിയ പറഞ്ഞാല് എല്ലാവരുടെയും മനസ്സിന്റെ ഒരു ലോകം. ജഗ് ജാത്തിഹെ ഉണർന്നു പോകുന്നു. ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് നിലാവുണ്ടായിരിക്കും അല്ലെ. അപ്പൊ രാത്രിയില് നിറയെ, ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളും ഈ ചന്ദ്രനെയും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും പൂർണ്ണചന്ദ്രനെയും ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അറിയാതെ എന്ത് ചെയ്യും? ഒരു പ്രത്യേക ലോകത്തേക്ക് നമ്മൾ എത്തിപ്പെട്ട പോലെയും അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്. എന്ത് ചെയ്യുന്നത്? രാത്രിക്കോ കോൺ സജാത്തെ ഹെ, രാത്രി ആരാണ് അലങ്കരിക്കുന്നത്? ചുപ്ചാപ്പ് ചമക്തേ താരോം ഓർ ചാന്ദ് അല്ലെ. ആരാണ് അലങ്കരിക്കുന്നത്? സൈലന്റായി നിൽക്കുന്ന, സൈലന്റായി നിന്ന് മിന്നിത്തിളങ്ങുന്ന താരോം അല്ലെ. ചുപ്ചാപ്പ് ചമക്തേ താരോം ഓർ, പിന്നെ ആരാണ്? ചാന്ദിക്ക് പ്രൗഡ്, ഷാൻ അല്ലെ. ചന്ദ്രന്റെ പ്രൗഢിയുമാണ് രാത്രിക്കോ സജാത്തെ ഹെ, രാത്രിയെ അലങ്കരിക്കുന്നത്. ഓക്കെ, കുച്ച് പത്താ നഹി ലേക്കിൻ ജരൂർ. ഇനി എന്താണ്? ഇങ്ങനെ ചന്ദ്രൻ പ്രൗഢിയോടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ദിൽക്കി ദുനിയ ജഗ് ജാത്തി ഹെ, ലോകത്തിന്റെ ആ ഒരു പ്രത്യേക ലോകം എന്ത് ചെയ്യുന്നുണ്ട്? തുറന്ന് ജഗ് ജാത്തി ഉണർന്നു പോകുന്നുണ്ട്. കുച്ച് പത്താ നഹി, പിന്നെ എന്താ പറയുന്നത്? ഒന്നും പത്താ നഹി അറിയുന്നില്ല. ലേക്കിൻ ഒന്നും എന്താണ്? ലേക്കിൻ ജരൂർ. അപ്പൊ അതായത് നമുക്ക് ഒന്നും അറിയാത്തൊരവസ്ഥ അല്ലെ. ലേക്കിൻ ജരൂർ വ സന്ദേശ കുച്ച് പാത്തി ഹെ, എന്ത് സന്ദേശമാണ് ഇത് നൽകുന്നത് നമുക്ക് അറിയുന്നില്ല. എന്നാൽ എന്താണ്? ജരൂർ തീർച്ചയായിട്ടും വഹ് സന്ദേശ, ആ സന്ദേശമാണ് കുച്ച് പാത്തി ഹെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എന്താണ്? എന്തോ ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ എന്ത് സന്ദേശമാണെന്ന് അറിയുന്നില്ല അല്ലെ. ഒരു പ്രത്യേക സന്തോഷത്തിന്റെ ഒരു സന്ദേശമായിരിക്കാം അത് നൽകുന്നത്. ഹേ ജഗ് കെ, ഈ അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ കവി പറയാണ്, ഹേ ജഗ് കെ സിർജൻഹാർ പ്രഭു, ഇതൊക്കെ ഈ പ്രകൃതിയുടെ സൃഷ്ടികർത്താവായിട്ടുള്ള പ്രഭു അല്ലെ, നാഥൻ, ഈശ്വരന്റെ എന്താണ്? ഈശ്വരന്റെ സൃഷ്ടികളാണ് അല്ലെ. അതായത് ഹേ ജഗ് കെ സിർജൻഹാർ പ്രഭു, അല്ലയോ ഈ ലോക സൃഷ്ടാവായിട്ടുള്ള നാഥ, തബി യാദ് തുമാരി ആത്തി ഹേ, അപ്പോൾ ഞാൻ നിങ്ങളെ കുറിച്ച് ഓർത്തു പോകുന്നു. ഓക്കെ, तो प्रकृति का रात के समय में चुपचाप चमकते तारों और चांद की शान इस रात को सजाते हैं അല്ലെ. ഈ രാത്രിയെ അലങ്കരിക്കുന്നത് ആരൊക്കെയാണ്? ഈ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും അതുപോലെ പ്രൗഢഗംഭീരമായിട്ട് ഉണർന്നു വരുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന നമ്മുടെ ചന്ദ്രനും ചേർന്നാണ് രാത്രിയെ അലങ്കരിക്കുന്നത്. ओके, उस समय इस जग की दुनिया, दिल की दुनिया जग जाता है. ഈ സമയത്ത് ഈ ലോകത്തിന്റെ ഹൃദയ എന്ത് ചെയ്യുന്നുണ്ട്? ഹൃദയ ലോകം എന്ത് ചെയ്യുന്നുണ്ട്? തുറന്നു പോകുന്നുണ്ട്. ओके, नेक्स्ट चमचम, जब चमचम बूंदें गिरती है, बिजली चमचम कर जाती है, मैदानों में, वन भागों में जब हरियाली लहराती है, जब ठंडी ठंडी हवा कहीं से मस्ती टोकर लाती है, हे जग के सिर्जनहार प्रभु तब याद तुम्हारी आती है. നീ കവി പറയാണ്, ജബ് ചംചം ബൂന്ദേ, ചംചം എന്ന് എന്ത് ചെയ്യാണ്? ഭൂന്തേ, ഭൂന്തേ മീൻസ് ഡ്രോപ്സ്, മഴത്തുള്ളികള്. ഗിർത്തി, ഇനി മഴയെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? ജബ് ചംചം ഭൂന്തേ ഗിർത്തിഹേ, എപ്പോഴാണോ മഴത്തുള്ളികൾ ഗിർത്തിഹേ വീഴുന്നത്. ബിജലി ചംചം കർജാത്തി ഹെ, അതിനോടൊപ്പം തന്നെ ബിജലി, ബിജലി മീൻസ് ലൈറ്റ്നിങ്, മിന്നല്. ചംചം കർജാത്തി ഹെ, ചംചം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? മിന്നല്
ഉണ്ടാകുന്നത്. അങ്ങനെ ആ സമയത്ത് മഴയും മിന്നലും ഉണ്ടാകുന്ന സമയത്ത് മൈതാനവുമേ, എന്താ മൈതാനവും, പ്ലേ ഗ്രൗണ്ട്സ് അല്ലെ, ഗ്രൗണ്ടുകളിലെ വൻ മീൻസ് ഫോറസ്റ്റ്, വനത്തിലെ, ഭാഗവും മീൻസ് ഗാർഡൻ, വൻ ഭാഗം പറഞ്ഞാല് കാട്ടിലും അതുപോലെ തോട്ടങ്ങളിലൊക്കെ, ജബ് ഹരിയാലി ലഹരാത്തെ, ഈ മഴയുടെ ഫലമായിട്ട് തോട്ടങ്ങളിലും ഗ്രൗണ്ടുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹരിയാലി മീൻസ് ഗ്രാനറി അല്ലെ, പച്ചപ്പ്, ലഹരാത്തിഹെ അലയടിക്കുന്നു, അതായത് എല്ലാ സ്ഥലവും എന്ത് ചെയ്യുന്നുണ്ട്, പച്ച പിടിച്ച് നിൽക്കുമ്പോൾ, ജബ് ടണ്ടി ഹവ, എന്താ ടണ്ടി അല്ലെ, ടണ്ടി മീൻസ് കൂൾ അല്ലെ, തണുത്ത ഹവ മീൻസ് വിൻഡ്, കാറ്റ്, തണുത്ത കാറ്റ്, കഹീംസെ എവിടെ നിന്നോ തണുത്ത കാറ്റ്, മസ്തി ടോക്കർ, എന്താ മസ്തി ടോക്കർ പറഞ്ഞാല്, മസ്തി മീൻസ് ഹാപ്പി, സന്തോഷം, ടോക്കർ ലാത്തിഹെ സന്തോഷം കൊണ്ടുവരുന്നുണ്ട്, മസ്തി ടോക്കർ ലാത്തിഹെ പറഞ്ഞാല് എവിടെ നിന്നോ എന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷം കൊണ്ടുവരുന്നുണ്ട്. ആര്, ടണ്ടി ഹവ അല്ലെ, തണുത്ത കാറ്റ് അടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രത്യേക തരത്തിലൊരു ഹാപ്പി അല്ലെ, ഒരു ഹാപ്പിനെസ് വരാറുണ്ട് അല്ലെ, സന്തോഷം ഉണ്ടാവാറുണ്ട്. അതാണ് കവി ഇവിടെ പറയുന്നത്. ചംചം ബൂന്തേം ഗിർത്തിഹെ അല്ലെ, അതായത് ചംചം എന്ന സൗണ്ടിനാൽ ഈ മഴത്തുള്ളികൾ വീഴുന്നു, അതുപോലെ ബിച്ചലി ചംചം കർജാത്തിഹെ അല്ലെ, ലൈറ്റ്നിങ് ചംചം എന്ന് പറഞ്ഞ് ഉണ്ടാകുന്നു. ആ സമയത്ത്, അതായത് മഴ പെയ്യുന്ന സമയത്ത്, മൈതാനവുമേ ഗ്രൗണ്ടുകളിൽ, അതുപോലെ വൻഭാഗവുമേ വനത്തിലും അതുപോലെ തോട്ടങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹരിയാലി ലഹരാത്തിഹെ പച്ചപ്പ് അലയടിക്കുന്നു അല്ലെ, എല്ലായിടത്തും എന്തായിരിക്കും, പച്ച പിടിച്ചൊരവസ്ഥയാണ് അല്ലെ, കുളിർമയുടെ പച്ചപ്പിന്റെ ഒരു അവസ്ഥയാണ്. ആ സമയത്ത് ജബ് ടണ്ടി ഹവ കഹീംസെ, ആ സമയത്താണ് നല്ല തണുത്ത കാറ്റ് എവിടെ നിന്നോ എന്തു കൊണ്ടുവരുന്നുണ്ട്, മസ്തി ടോക്കർ ലാത്തിഹെ ഒരു പ്രത്യേകതര സന്തോഷം നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരുന്നത്. ഹേ ജഗ് കെ സിർജൻഹാർ പ്രഭു, ഹേ അല്ലയോ ജഗ് കെ ലോകത്തിന്റെ, സിർജൻഹാർ പ്രഭു സൃഷ്ടികർത്താവായി, ലോകത്തെ തന്നെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ നാഥ, തബ് യാദ് തുമാരി ആത്തി ഹേ അപ്പോൾ ഞാൻ നിങ്ങളെ കുറിച്ച് ഓർത്തു പോകുന്നു. ओके, पहले का स्टांसा प्रभात का समय, नेक्स्ट दूसरा रात का समय, देन तीसरा बारिश के समय के बारे में हमको बताते हैं അല്ലേ. അപ്പം നമുക്ക് ആദ്യം പറഞ്ഞ സ്റ്റാൻസ പ്രഭാതത്തെ കുറിച്ചും രണ്ടാമത്തേത് രാത്രിയെ കുറിച്ചും മൂന്നാമത്തെ സ്റ്റാൻസ എന്തിനെ കുറിച്ചാണ്, വരികൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്, മഴക്കാലത്തെ കുറിച്ചുള്ള ഒരു അവസ്ഥയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ओके, आज लिए गए कविता का अंश बार बार पढ़ना, कोई संदेह है तो मुझसे पूछिए. आज की कक्षा में हम समाप्त करती हूँ. धन्यवाद.